നീറ്റ് പരീക്ഷയിൽ 23 ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ആ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളെ പൊടുന്നനെ NTA അവരുടെ നേതൃത്വത്തിൽ തന്നെ ചോർച്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലേക്ക് വന്നപ്പോൾ, ചോദ്യപേപ്പർ ചോർച്ചയിലേക്ക് എത്തിയപ്പോൾ പരീക്ഷ റദ്ദാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആ സാഹചര്യങ്ങളെക്കുറിച്ചും അന്ന് ഇന്ത്യയിലെമ്പാടും കേരളത്തിലുടനീളവും SFIയും മറ്റ് പ്രസ്ഥാനങ്ങളും നടത്തിയ സമരങ്ങളെക്കുറിച്ച് നമുക്കറിയാം. അവിടെ നിന്ന് വീണ്ടും ഒരു റീനീറ്റിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ 21 വിദ്യാർത്ഥികളുടെ ജീവനാണ് ഈ രാജ്യത്തിൻ്റെ ഭരണകൂടം സംഘപരിവാർ പകരമായി ചോദിച്ചത്. 21 വിദ്യാർത്ഥിയിൽ ഒരാൾ കാസർഗോഡ് ജില്ലയിലെ ഐജ മഹേഷും ഉൾപ്പെടും. അവിടെ നിന്ന് റീനീറ്റ് നടത്തി. ആ റീനീറ്റുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി അന്വേഷണങ്ങൾ ഉണ്ടാകുമ്പോൾ സംഘപരിവാറിൻ്റെ ഭരണകാലത്ത് മാത്രം 88 പേപ്പർ ലീക്കുകൾ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നുണ്ടാവുകയും നെറ്റ് പരീക്ഷയും CBSE പരീക്ഷയും ഉൾപ്പെടെ ക്രമക്കേടിൻ്റെ കുത്തൊഴിഞ്ഞ ഏറ്റവും വലിയ വിദ്യാഭ്യാസ മേഖലയായി, കുത്തൊഴിഞ്ഞ സംവിധാനമായി, പശുത്തൊഴുത്തുപോലെ ഈ രാജ്യത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന നിലപാടുമായി സംഘപരിവാർ മുന്നോട്ടേക്ക് വന്നു. ആ നിലപാടിനെതിരെ രാജ്യത്തെമ്പാടുമുള്ള വിദ്യാർത്ഥികൾ സമരം ചെയ്തു. ആ സമരത്തിൻ്റെ ഭാഗമായി ജന്തർ മന്ദറിൽ CJP എന്ന പ്രസ്ഥാനവും SFIയും മറ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും എല്ലാവരും ചേർന്ന് ഐതിഹാസികമായ സമരം നേതൃത്വം കൊടുത്തു. ആ ഐതിഹാസികപരമായ സമരത്തിന് കഴിഞ്ഞ ഘട്ടത്തിൽ ഇന്ത്യയിലെ വ്യത്യസ്ത വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുള്ള സോനം വാങ്ചുക് എന്ന മനുഷ്യരും അതിന് നേതൃത്വം കൊടുത്തു. ആ സോനം വാങ്ചുക്കിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് നീക്കുന്ന, സമരത്തെ നേരിടാൻ അറിയാത്ത, സമരം ചെയ്ത് ശീലമില്ലാത്ത, സമരങ്ങൾ എന്താണെന്നറിയാത്ത, മറിച്ച് ഈ രാജ്യത്തിൻ്റെ പൊതുവിദ്യാഭ്യാസത്തെ പൂർണ്ണമായും തകർത്തുകൊണ്ടിരിക്കുന്ന, കോർപ്പറേറ്റുകൾക്ക് ദാസ്യവേല ചെയ്തുകൊണ്ടിരിക്കുന്ന, സാധാരണക്കാരൻ്റെ വിദ്യാഭ്യാസ സ്വപ്നം തകർത്തുകൊണ്ടിരിക്കുന്ന, ഏതൊരു സാധാരണക്കാരനും ഈ രാജ്യത്തിൻ്റെ എയിംസിലേക്കും IITയിലേക്കും NITയിലേക്കും IIMയിലേക്കും സെൻട്രൽ സർവകലാശാലയിലും എത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്ന ഇന്ത്യയിൽ രോഹിത് വിമലയും ഫാത്തിമ ലത്തീഫും ഐജ മഹേഷും ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാകുന്നു. ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ മെറിറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികളെ പാഠഭാഗങ്ങളിൽ നിന്ന്, കലാലയങ്ങളിൽ നിന്ന് പുറത്താക്കുന്നു. പാഠഭാഗങ്ങളിൽ നിന്ന് ചരിത്രമില്ലാതാക്കുന്നു. പാഠഭാഗങ്ങൾ മതവൽക്കരിക്കുന്നു, വർഗീയവൽക്കരിക്കുന്നു. സർവത്ര സംഘപരിവാറിൻ്റെ ഗ്രാൻഡ് ഡിസൈൻ നടപ്പിലാക്കാനുള്ള ഇടപെടൽ ഉണ്ടാകുന്നു. അതിൻ്റെ തുടർച്ചയിലാണ് ഞങ്ങൾ നടത്തിയ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തത്. അതിൻ്റെ തുടർച്ചയിൽ സോനം വാങ്ചുക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നാട്ടിൽ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ മന്ത്രി, കേന്ദ്ര മാനവ വിഭവശേഷ മന്ത്രി, അദ്ദേഹത്തിന് ആ മന്ത്രാലയത്തിൽ തുടരാൻ അനുവാദമില്ലെന്നും അംഗീകരിക്കാൻ കഴിയില്ലെന്നും അതിന് യാതൊരുവിധ യോഗ്യതയുമില്ലാത്ത ആളാണ് അദ്ദേഹമെന്ന് എല്ലാ മനുഷ്യരും തിരിച്ചറിയുന്ന ഘട്ടത്തിൽ, ഇന്ത്യയിലെ 138 കോടി ജനങ്ങളും അത് തിരിച്ചറിയുന്ന ഘട്ടത്തിൽ സംഘപരിവാറിനും ഈ പറഞ്ഞ BJPക്കും അതിന് നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദിക്കും അത് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ അവർ ജനങ്ങളുടെ അഭിലാഷങ്ങളോ ജനങ്ങളെ നയിക്കാനോ അല്ല ഇന്നവിടെ ഇരിക്കുന്നത്. ജനങ്ങളെ അധികാരം ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും തങ്ങളുടെ കീഴടനാക്കാൻ കഴിയുമെന്നുള്ള ബോധ്യത്തിൻ്റെ സാമ്രാജ്യത്വ ബോധത്തിനും അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ ഏറ്റവും വലിയ ഏകാധിപത്യ പ്രവണതയുമാണ് ഇന്ന് സംഘപരിവാറും അവർ നേതൃത്വം കൊടുക്കുന്ന സർക്കാരും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി സോനം വാങ്ചുക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശം സജിയും SFIയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ആയുഷി ഘോഷും അവിടെ സമരം തുടർന്നു. നിരാഹാര സമരത്തിൻ്റെ തുടർച്ചയിൽ ഇന്ന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തി. പാർലമെന്റിലേക്ക് SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ മാർച്ച് നടത്തിയപ്പോൾ ഇന്ത്യ ഇന്ന് വരെ കാണാത്ത പങ്കാളിത്തവുമായി വിദ്യാർത്ഥികളും യുവജനങ്ങളും മാതാപിതാക്കളും ഡൽഹിയിലെ ജന്തർ മന്ദറിലേക്കും ഡൽഹിയിലെ വിവിധ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നും ഇന്ത്യയിൽ നിന്നെമ്പാടും ഡൽഹിയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. ആ കാഴ്ചയുടെ അവസാനിപ്പ്, ആ കാഴ്ചയുടെ തുടർച്ച നമ്മൾ ഇന്ന് കാണുമ്പോൾ പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്ത വിദ്യാർത്ഥികളെ എല്ലാവിധ പ്രോട്ടോക്കോളുകളും ലംഘിച്ചുകൊണ്ട് അമിത്ഷായുടെ ഡൽഹി പോലീസ് എല്ലാവിധ പ്രോട്ടോക്കോളുകളും ലംഘിച്ചുകൊണ്ട് അവരെ മർദ്ദിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. റോട്ടിൽ തെരുവിലിട്ട് വലിച്ചിഴക്കുന്നു. പെൺകുട്ടികളെ പോലും പുരുഷ പോലീസ് കൈകാര്യം ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. ജന്തർ മന്ദറിലെ എല്ലാ സമര ഗേറ്റുകളും, സമരത്തിന് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള എല്ലാ ഗേറ്റുകളും അടിച്ചു തകർത്തുകൊണ്ട് സമരത്തിൻ്റെ സ്റ്റേജിലേക്ക് ഈ പറഞ്ഞ എല്ലാവിധ ആയുധങ്ങളും പോലീസിൻ്റെ സന്നാഹമായി ഉപയോഗിക്കപ്പെട്ടു. അതിൻ്റെ ഭാഗമായി ടിയർ ഗ്യാസ് ഉൾപ്പെടെ സമരത്തിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെറിയുന്ന ഏറ്റവും വലിയ കിരാതമായ കാഴ്ച നമ്മൾ കണ്ടു. JP നദ്ദയെ 2 മണിക്കൂർ കാത്തുനിന്ന്, അരമണിക്കൂർ കാത്തുനിന്ന്, 2 മണിക്കൂർ കാത്തുനിന്ന് 10 മിനിറ്റ് കാഴ്ച കാണാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ
ഈ രാജ്യത്തിൻ്റെ വിദ്യാർത്ഥികളുടെ പരാതികൾ പറയാൻ സമയം കൊടുത്തു എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി കണ്ടത്. പ്രിയമുള്ളവരെ, നമ്മൾ ഏത് രാജ്യത്താണ് ജീവിക്കുന്നത്? ഏത് രാജാവാണ് നമ്മളെ ഭരിക്കുന്നത്? ഏത് നാടുവാഴിയാണ് നമ്മളെ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്? എത്ര കാലമായി നമ്മളിങ്ങനെ കൊളോണിയൽ ബാധിപ്പുകളും എത്ര കാലമായി നമ്മളിങ്ങനെ രാജശേഷിപ്പുകളും കൊണ്ട് ജീവിക്കുക? എന്തിനാണ് നമുക്ക് ഇത്രയും വലിയ ജനാധിപത്യത്തിൻ്റെ ഗിരിശൃംഗങ്ങളിൽ മകുടോദാഹരണമായി രാജ്യത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ മന്ത്രിമാരെ കാണാൻ ഈ രാജ്യത്തെ മനുഷ്യർക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആർക്കാണ് കഴിയുക? ഈ മന്ത്രിമാരെ കാണാൻ ഈ രാജ്യത്തിൻ്റെ വിദ്യാർത്ഥികൾക്ക് കഴിയില്ലെങ്കിൽ പിന്നെ ആരെയാണ് ഇവർ കാണുന്നത്? അതുകൊണ്ട് തന്നെ 10 മിനിറ്റ് കാണാൻ എന്നുള്ള വാർത്ത ശരിയാണെങ്കിൽ തന്നെ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ആ 10 മിനിറ്റിന് ശേഷം RSSന്റെ നരനായാട്ടായിരുന്നു വിദ്യാർത്ഥികൾക്ക് മേലിൽ നടന്നത്.